ഇന്നത്തെ ടോപ്പിക് മനുഷ്യ ശരീരത്തിലെ രക്തഗ്രൂപ്പുകളെക്കുറിച്ച് ആണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത പ്രോട്ടീനുകളുടെ, അതായത് ആൻറ്റിജൻ, ആൻറ്റിബോഡി എന്നിവയുടെ സാന്നിധ്യം അനുസരിച്ചാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. പ്രധാന ആൻറ്റിജൻ ആണ് ആൻറ്റിജൻ എയും ബിയും. ആൻറ്റിജൻ അരുണരക്താണുക്കളിലും ആൻറ്റിബോഡി പ്ലാസ്മയിലും ആണ് ഉള്ളത്. രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആണ് കാൾ ലാൻഡ്സ്റ്റൈനർ. RH ഫാക്ടറിൻ്റെ സാന്നിധ്യം അനുസരിച്ച് ആണ് രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയുവാൻ സാധിക്കുന്നത്. RH ഘടകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രക്തം പോസിറ്റീവ് ആയിരിക്കും. RH ഘടകത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ രക്തം നെഗറ്റീവ് ആയിരിക്കും. ആദ്യമായി RH ഫാക്ടർ കണ്ടെത്തിയത് റീസസ് കുരങ്ങുകളിൽ ആണ്. RH ഫാക്ടർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. എ, ബി, AB, O എന്നിവയാണ് രക്തഗ്രൂപ്പുകൾ. ലോകത്തിൽ അപൂർവം ചിലരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് ബോംബെ ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് O പോസിറ്റീവ്. ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. ആൻറ്റിബോഡികളുടെ സാന്നിധ്യം നോക്കിയാണ് രക്തദാനം നടത്തുന്നത്. യോജിക്കാത്ത രക്തങ്ങൾ തമ്മിൽ കലരുമ്പോൾ സ്വീകരിക്കുന്ന ആളിലെ പ്ലാസ്മയിലെ ആൻറ്റിബോഡി ദാതാവിൻ്റെ രക്തത്തിലെ അരുണരക്താണുക്കളെ കട്ടപിടിപ്പിക്കും. ഇതാണ് അഗ്ലൂട്ടിനേഷൻ. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് O. ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB. സാർവിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് O. സാർവിക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് AB. A ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിജൻ Aയും B ഗ്രൂപ്പിൽ ആൻറ്റിജൻ Bയും അടങ്ങിയിരിക്കുന്നു. AB ഗ്രൂപ്പിൽ ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും അടങ്ങിയിരിക്കുന്നു. ആൻറ്റിജൻ ഇല്ലാത്ത രക്തമാണ് O ഗ്രൂപ്പ്. A ഗ്രൂപ്പ് രക്തത്തിൽ അടങ്ങിയ ആൻറ്റിബോഡി ആൻറ്റി-B ആണ്. B ഗ്രൂപ്പ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ആൻറ്റിബോഡി A ആണ്. AB ഗ്രൂപ്പിൽ ഒരു ആൻറ്റിബോഡിയും ഇല്ല. O ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ആണ് ആൻറ്റിബോഡി Aയും ആൻറ്റിബോഡി Bയും. എല്ലാവർക്കും നൽകുവാൻ കഴിയുന്ന രക്തഗ്രൂപ്പ് ആണ് O ഗ്രൂപ്പ്. അതുകൊണ്ടാണ് O ഗ്രൂപ്പ് സാർവിക ദാതാവ് എന്ന് അറിയപ്പെടുന്നത്. AB ഗ്രൂപ്പുകാർക്ക് ഏത് രക്തവും സ്വീകരിക്കാം. അതുകൊണ്ടാണ് AB ഗ്രൂപ്പ് സാർവിക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത്. O ഗ്രൂപ്പുകാരന് അതേ ഗ്രൂപ്പ് രക്തം മാത്രമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. A ഗ്രൂപ്പുകാർക്ക് രക്തം സ്വീകരിക്കുവാൻ കഴിയുന്നത് A ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും മാത്രം ആണ്. A ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് രക്തം ദാനം ചെയ്യുവാൻ കഴിയുന്നത് A ഗ്രൂപ്പിനും AB ഗ്രൂപ്പിനും മാത്രം ആണ്. B ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് രക്തം ദാനം ചെയ്യുവാൻ കഴിയുന്നത് B ഗ്രൂപ്പുകാർക്കും AB ഗ്രൂപ്പിനും മാത്രം ആണ്.
ബി ഗ്രൂപ്പുകാർക്ക് രക്തം സ്വീകരിക്കുവാൻ കഴിയുന്നത് ബി ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നും മാത്രം ആണ്. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഒ. ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി.